എല്ലാവർക്കും നല്ല നമസ്കാരം. ഇക്കഴിഞ്ഞ 24-ാം തീയതി പുലർച്ചെ 3 മണിക്ക് മാള മേൽഡൂർ ജംഗ്ഷനിൽ പത്രവിതരണത്തിനെത്തിയ പ്ലാശ്ശേരി വീട്ടിൽ വർഗീസ് എന്നയാളെ അതിക്രൂരമായി മാരകായുധം കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക് ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. മാള കുരുവിലശ്ശേരി വില്ലേജിൽ വലിയപറമ്പ് പനവടലി വീട്ടിൽ തപസ്വേലു 37 വയസ്സ് എന്നയാളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എന്ന രീതിയിൽ വ്യാപകമായ ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും എല്ലാം കൃത്യമായി തന്നെ അന്വേഷണ വിധേയമാക്കി രാപ്പകലില്ലാതെ പോലീസിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതി മാള പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ 24-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ്. പത്രവിതരണത്തിനെത്തിയ മറ്റ് 3 പത്ര ഏജന്റുമാരോടൊപ്പം പത്രവിതരണത്തിനെത്തിയ പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെ ഈ പ്രതി മുഖംമൂടി ധരിച്ച് ഒരു ബൈക്കിലെത്തുകയും ആക്രമിക്കാനായിട്ട് ഈ വർഗീസിന്റെ അടുത്തേക്ക് വരികയുമാണ് ഉണ്ടായത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വർഗീസ് ഓടി രക്ഷപ്പെട്ടെങ്കിലും വാക്കത്തി പോലുള്ള മാരകായുധം ഉപയോഗിച്ച് തുരുതുരെ വെട്ടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ വർഗീസിന്റെ ഭാര്യ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. എന്നാൽ ബി കൃഷ്ണകുമാർ IPS തൃശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വളരെ കൃത്യമായി തന്നെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും പരിശോധിച്ചുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട DYSPമാരായ CL ഷാജു ഇരിഞ്ഞാലക്കുട, VK രാജു ചാലക്കുടി, മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI റഷീദ്, GSI KR സുധാകരൻ, GASI നജീബ്, സ്ക്വാഡ് അംഗങ്ങളായ ES ജീവൻ, K കൃഷ്ണദാസ്, തൃശൂർ റൂറൽ ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളായ GSIമാരായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, P ജയകൃഷ്ണൻ, GASIമാരായ AU റജി, സൂരജ് വി ദേവ്, ഷിജോ തോമസ്, CPO ശ്രീജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.